ഹായ് ഓൾ വെൽക്കം ടു ഫൂട്ടി അരീന. റയൽ മാഡ്രിഡും ലാലിഗയും തമ്മിലുള്ള സമീപകാലത്തെ ബന്ധം അത് അത്ര നല്ല നിലയിൽ അല്ല. ലാലിഗയുടെ പ്രസിഡന്റായ ഹവിയർ ടബാസും അതുപോലെ തന്നെ റയലിന്റെ പ്രസിഡന്റായ ഫ്ലോറന്റിനോ പെരസും തമ്മിൽ ഇപ്പോൾ ഉടക്കിലാണ്. ഇത് കുറച്ച് മുൻപ് തന്നെ ആരംഭിച്ചതാണ്. മാത്രമല്ല, ലാലിഗയിലെ റഫറിങ്ങും അതുപോലെ തന്നെ റയൽ മാഡ്രിഡും തമ്മിൽ ഇപ്പോൾ ഒത്തുപോകുന്നില്ല. അത്രയധികം വിവാദങ്ങൾ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ ജൂഡ് ബെല്ലിംഗ്ഹാമിന് ഒരു റെഡ് കാർഡ് ലഭിച്ചിരുന്നു. അത് വലിയ വിവാദമായിട്ടുണ്ട്. അതിനു മുന്നേ തന്നെ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ പുറപ്പെട്ടിട്ടുണ്ട്. റയൽ മാഡ്രിഡ് റഫറിമാരിൽ സമ്മർദ്ദം ചെലുത്തുന്നു എന്ന് അത്ലറ്റിക്കോ മാഡ്രിഡ് ഉൾപ്പെടെയുള്ള പലരും ആരോപിച്ചിരുന്നു. അങ്ങനെ വിവാദങ്ങൾ കത്തി നിൽക്കുന്ന ഒരു സമയമാണ് ഇത്. ലാലിഗയും റയലും തമ്മിൽ ഇടഞ്ഞു നിൽക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയങ്ങളില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് പ്രമുഖ മാധ്യമമായ സ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് റയൽ മാഡ്രിഡ് ലാലിഗ തന്നെ വിടാൻ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ അവർ ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ്. മറ്റേതെങ്കിലും ലീഗിലേക്ക് പോകാനാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത്. പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, ലാലിഗ പ്രസിഡന്റായ ഹവിയർ ടബാസിനോടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുക എന്നതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് അവർ ഇതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക. അതുപോലെ തന്നെ റഫറിമാരുടെ തീരുമാനങ്ങൾ ബയാസ്ഡ് ആകുന്നു എന്ന കാര്യത്തിൽ, അഥവാ മറ്റുള്ളവർക്ക് അനുകൂലമാകുന്നു അല്ലെങ്കിൽ റയലിനെതിരാകുന്നു എന്നുള്ളതിലുള്ള ഒരു പ്രതിഷേധമായി കൊണ്ടുകൂടിയാണ് ഈ ഒരു തീരുമാനം അവർ എടുക്കുന്നത് എന്നാണ് സ്പോർട്ട് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള റൂമറുകൾ പുറത്തേക്ക് വന്നിരുന്നു. ലാലിഗ വിടാൻ വേണ്ടി റയൽ മാഡ്രിഡ് ശ്രമിച്ചേക്കും എന്നായിരുന്നു റൂമറുകൾ. അത് വീണ്ടും ശക്തിപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഏതായാലും റയൽ മാഡ്രിഡ് ലാലിഗ വിടുകയാണെങ്കിൽ അത് തീർച്ചയായും ലാലിഗയ്ക്ക് ക്ഷീണം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. എന്തൊക്കെയാണ് ഭാവിയിൽ സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.